ദേ, രവി പറഞ്ഞതൊക്കെ നീ കേട്ടല്ലോ ഹർഷേ. അനുപമ ഇവിടെ വന്ന് നിന്നോട് ഗുഡ് ബൈ പറഞ്ഞു പോയെങ്കിലും രവിയുടെ സഹായം അവൾ ഇപ്പോഴും സ്വീകരിക്കുന്നുണ്ടെന്ന് നിനക്ക് മനസ്സിലായല്ലോ. ഹർഷേ, ഇവരിങ്ങനെ പലതും പറയും. നിന്നെ ഉപയോഗിച്ച് ഇവർക്ക് എന്തൊക്കെയോ നേടാനുണ്ട്. അതിനുള്ള കളിയാ ഇതൊക്കെ. ഹർഷേ, നിന്നെ തള്ളിപ്പറഞ്ഞ ഈ സ്ത്രീയെ നീ ഇനി വിശ്വസിക്കരുത്. പിന്നെ ഇവരുടെ മരുന്നും മന്ത്രമൊന്നും നമുക്ക് വേണ്ട. അതൊക്കെ ഞാനെടുത്ത് കളയാൻ പോവാ. അല്ല, ഏട്ടാ, രവിയേട്ടാ, വേണ്ട. രവി, ഹർഷ സംസാരിച്ചു. വേണ്ട. അയ്യോ കുഞ്ഞമ്മേ, ഹർഷ സംസാരിച്ചു. ദൈവമേ, ഹർഷ സംസാരിച്ചു. ഹർഷേ, ഹർഷേ, എന്നെ ഒന്നുകൂടെ വിളിച്ചേ. വിളിക്കേ ഹർഷേ. വിളിക്കേ, വിളിക്കേ ഹർഷേ. വിളിക്കേ ഹർഷേ. വിളിക്കേ, വിളിക്കേ, വിളിക്കേ. ധൃതി വേണ്ട രവി. ഓ, സുശീലയുടെ മരുന്നിന് ശക്തിയുണ്ടെന്ന് ദൈവം കാണിച്ചു തന്നതാ. ഇനിയും വിശ്വാസം ഇല്ലെങ്കിലേ രവിക്ക് ആ മരുന്ന് കൊണ്ടേ കളയാം. മരുന്നോ മന്ത്രോ എന്തെങ്കിലും ആവട്ടെ സാറേ, ഇത്ര പെട്ടെന്ന് ഫലം കിട്ടുന്നുണ്ടെങ്കിൽ അതങ്ങ് തുടരാം. ഞാൻ വിശ്വസിക്കുന്നത് ഹർഷയ്ക്ക് ഇതുവരെ നൽകിയ ട്രീറ്റ്മെന്റിന്റെ റിസൾട്ടാണ്. എന്നാലും സുശീലാന്റെ ചികിത്സയിൽ ഹർഷയ്ക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാനതിനെ എതിർക്കുന്നില്ല.